എം.ആർ. അജിത് കുമാർ നമുക്കറിയാം ഏറെ വിവാദങ്ങളിൽപ്പെട്ട ആളാണ്. സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചോദ്യങ്ങൾ അയാൾക്കെതിരെ ഉണ്ടായിരുന്നു. ഒരു സ്ഥലം വാങ്ങുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞ് വിൽക്കുന്നു, വിറ്റത് റെഡി ക്യാഷ് വാങ്ങുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 80-85 ലക്ഷം രൂപ റെഡി ക്യാഷ് ഇയാൾ വാങ്ങിയെന്നാണ്. അവിടെ തന്നെ തെറ്റുണ്ട്. കാരണം 2 ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ ക്യാഷ് കൈകാര്യം ചെയ്യാൻ പാടില്ല. ഈ മനുഷ്യൻ എങ്ങനെ 85 ലക്ഷം രൂപ വാങ്ങിയേ? സംസ്ഥാനത്തിന്റെ DGP ആണ്, നിയമം കൃത്യമായി പാലിക്കേണ്ട ആളാണ്. ഈ 85 ലക്ഷം രൂപ അയാൾ എന്ത് ചെയ്തു? ഈ ചോദ്യങ്ങളൊക്കെ ഇല്ലേ? ബാങ്കിലിട്ടോ? എവിടെ ഇട്ടു? ഈ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ അയാളെ അന്ന് രക്ഷപ്പെടുത്തി കൊടുത്തു. അത് കഴിഞ്ഞു പൂരം കലക്കലിന്റെ വിഷയം. പൂരം കലക്കലിന്റെ വിഷയം വന്നപ്പോൾ എന്താ? അതിനു മുമ്പ് RSS നേതാക്കളെ ഇദ്ദേഹം കണ്ടിരുന്നു, രഹസ്യമായി പോയി എന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞു. അദ്ദേഹം നിഷേധിച്ചു, പിന്നെ സമ്മതിച്ചു. കാണാൻ പോയി. ആർക്ക് വേണ്ടി കാണാൻ പോയി? DGP ആണ്. കേരളം ഇടതുപക്ഷം ഭരിക്കുകയാണ്. അപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ അതോ അയാൾക്ക് വേണ്ടിയാണോ? ആർക്ക് വേണ്ടിയാണ് കാണാൻ പോയത്? അതിന്റെ ഭാഗമായിട്ടാണ് തുടർന്നിട്ടാണ് പൂരം കലക്കൽ ഉണ്ടായത്. പൂരം കലക്കൽ വന്നപ്പോഴോ പൂരം കലക്കൽ ഇയാളാണെന്നുള്ളത് നമ്മൾ മാത്രമൊന്നുമല്ല പറഞ്ഞേ. CPIയുടെ നേതാക്കൾ, പ്രത്യേകിച്ചും സുനിൽ കുമാറിനെ പോലുള്ളവർ പറഞ്ഞു ഇയാൾ കള്ളനാണ്, ഇയാൾ BJPക്ക് ജയിക്കാൻ വേണ്ടി അവിടെ അരങ്ങൊരുക്കി കൊടുത്തതാണ്. സുരേഷ് ഗോപിയുടെ ജയം ഇയാളുടെ കൂടി സംഭാവനയാണ്. പക്ഷെ അയാൾക്കെതിരെ തൊട്ടില്ല എന്ന് മാത്രമല്ല, CPI പറഞ്ഞുകൊണ്ട് നടന്നു എന്നല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. അയാളെ DGP ആക്കാനുള്ള ശ്രമങ്ങൾ പലതും നടന്നു. എന്തായാലും തൽക്കാലം നിന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ഇടപാട് വരുന്നത്. മുഖ്യമന്ത്രിയുടെ യാത്ര പോകുന്നു. യാത്രയിൽ 2 പേർ കരിങ്കൊടി, രണ്ട് വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിക്കുന്നു. പോലീസ് അവരെ തല്ലി ഒതുക്കി ഒരു മൂലയ്ക്കാക്കുന്നു. 2 ആളെ ഉള്ളൂ കേട്ടോ, ആയിരക്കണക്കിന് പോലീസുണ്ട്. അതിനിടയിൽ എവിടെ നിന്നോ പ്രത്യക്ഷപ്പെട്ട 2 ഇദ്ദേഹത്തിന്റെ ഗൺമാൻമാർ, മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇവരെ വന്ന് തലങ്ങും വിലങ്ങും അടിക്കുന്നു. ആ വടി എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. ആ വടി പോലീസിന്റെ അല്ല എന്ന് പറയുന്നു. ഇതൊക്കെ റെക്കോർഡാണ്. മാധ്യമങ്ങൾ റെക്കോർഡ് ചെയ്തു, മറ്റ് സോഷ്യൽ മീഡിയ റെക്കോർഡ് ചെയ്തു. വളരെ കൃത്യമായി ഇത് കാണിച്ചു. ഇത് വന്നു. പക്ഷെ ഇയാൾക്കെതിരെ നടപടി എടുത്തു. അവർക്കെതിരെ നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഒരു പോലീസുകാരന് വരെ ഇവരുടെ അടി കിട്ടി. ഇവരുടേതല്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി പോയതിന് ശേഷം പിന്നാലെ വന്ന കാര്യം നിന്നാണ് ഇവർ ഇറങ്ങി അടിക്കുന്നതെന്ന് ആലോചിക്കും. മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇല്ല, അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. സത്യം എന്തായിരിക്കും? അദ്ദേഹം മുമ്പോട്ട് പോയില്ലേ. പക്ഷെ ക്യാമറകളുണ്ട്, എടുത്തതുണ്ട്. ഇയാൾക്കെതിരെ കേസ് വന്നു. ഈ അടിച്ച ആളുകൾക്കെതിരെ കേസ് വന്നു. കേസ് വന്നപ്പോ അജിത് കുമാർ പറഞ്ഞു യാതൊന്നും കേസെടുക്കണ്ട. ഈ കേസ് എഴുതിക്കൊണ്ടിരുന്ന DYSPയും മറ്റൊരു ഉദ്യോഗസ്ഥനും, പോലീസ് ഉദ്യോഗസ്ഥനും, അതിലൊരാൾ ബോധം കെട്ട് വീണു എന്നാ പറഞ്ഞത്. അജിത് കുമാർ തെറി കേട്ടിട്ട്. എന്തായാലും അപ്പൊ കേസെടുക്കാതെ ഇങ്ങനെ ഇയാളെ രക്ഷപ്പെടുത്തി നിർത്തി. നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ അന്ന് അടികൊണ്ട ആൾ ഇപ്പോൾ ആലപ്പുഴയുടെ MLA ആണ്, തോമസ്. തീർച്ചയായും UDFന് വലിയ ഭൂരിപക്ഷത്തിൽ വന്നു. രക്ഷാപ്രവർത്തനത്തിലെ ഈ തട്ടിപ്പുകൾക്കെതിരെ വലിയ തോതിലുള്ള സമരം നടത്തി. ആ സമരമൊക്കെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എതിരെ അന്വേഷണം വന്നു. അന്വേഷണം കുറ്റമറ്റതാക്കുക എന്ന് തന്നെയായിരുന്നു. തീർച്ചയായും അന്വേഷണം വൈകുന്നതിൽ, അദ്ദേഹത്തിനുള്ള നടപടികൾ, ശിക്ഷാ നടപടികൾ വൈകുന്നതിൽ ഒരു വിഭാഗം UDFുകാർ തന്നെ അസ്വസ്ഥരായിരുന്നു. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനതിൽ സർക്കാരിന്റെ ഭാഗത്താണ്. എന്താ കാര്യം? വളരെ കൃത്യമായി പഴുതുകൾ അടച്ച് ഇയാളെ പൂട്ടുക എന്നുള്ളത് തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ലക്ഷ്യം. കാരണം ഏതെങ്കിലും പഴുതിട്ടാൽ ഇയാൾ സുപ്രീം കോടതി പോകും. മുമ്പ് സെൻകുമാർ പോയല്ലോ. സെൻകുമാറിനെ ഒന്നാം പിണറായി സർക്കാർ പുറത്താക്കിയിട്ട് സെൻകുമാർ തിരിച്ചു വന്ന് കുറച്ച് ദിവസമാണെങ്കിൽ ദിവസം അയാൾ DGP ആയിരുന്നില്ലേ? അത്ര ഒരു നാണക്കേട് ഈ സർക്കാരിന് ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഈ ജൂലൈ അവസാനത്തോടു കൂടി പുതിയ DGPയെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട സമയമാണ്. ഇയാൾക്കെതിരെ ചാർജുണ്ട്, സസ്പെൻഷനുണ്ട്. ഇയാളെ അതിന് പരിഗണിക്കാൻ പറ്റില്ല. അയാൾ കോടതിയിൽ പോയിരിക്കും, എന്തെങ്കിലും ചെയ്യായിരിക്കും. പക്ഷെ ഇയാളെ പരിഗണിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ വരുമ്പോൾ ഇയാൾ ഒഴിവാവും. ഇയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. സസ്പെൻഷനുണ്ട്. ഇയാൾ ട്രയൽ നേരിടേണ്ടി വരും. ഇയാൾ ട്രയൽ നേരിട്ടാൽ ചോദ്യങ്ങൾ പലതും വരും. ഏതായാലും ഇയാൾക്ക് DGP ആവാൻ പറ്റില്ലെങ്കിൽ പിന്നെ DGP ആവില്ല, നടക്കൂല.
അദ്ദേഹത്തിന്റെ കരിയർ ഇവിടെ വെച്ച് അവസാനിക്കും. സസ്പെൻഷനും കൂടിയാണ്. അതേപോലെ കോടതിയിൽ പോയി ഇനി എന്റെ സസ്പെൻഷൻ റദ്ദാക്കണം, എന്നെ കൂടി പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞ് വരുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കോടതികളാണ്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ പഴുതടച്ച് തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവാൻ എന്ന് പറഞ്ഞ് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു നേട്ടമാണ്. ഒരു കാര്യം കൂടി പറയണം. ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം കണ്ടു. അജിത് കുമാറിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ അത്ര ശരിയായല്ല പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത്ര ശരിയാവണമെന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവെ. താങ്കൾക്ക് ശരിയെന്ന് തോന്നുന്നത് ജനങ്ങൾക്ക് ശരിയല്ലാത്തതുകൊണ്ടാണല്ലോ ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് താങ്കളുടെ ശരി കയ്യിൽ വെച്ചാൽ മതി. ജനങ്ങളുടെ ശരി ജനങ്ങൾ നടപ്പാക്കട്ടെ.